ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി thattilkuti ദോശയും ഗാർലിക് ചട്നിയും. പേരിൻ്റെ മാതിരി തന്നെ ചെറിയ കുട്ടി ദോശയാണ്. അത് ഒരു പാൻ കേക്കിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. പണ്ട് ഈ സ്റ്റീൽ തട്ടിലൊക്കെ സെർവ് ചെയ്യുന്ന കൊണ്ടേക്കാരം ഈ thattilkuti ദോശ എന്നൊരു പേര് വന്നത്. ഏതായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടോ. പിന്നെ ഇതിനോടൊപ്പം ഏറ്റവും കോമ്പിനേഷനായത് ഗാർലിക് ചട്നിയാണ്. അതും ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 2 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് ഉഴുന്നും അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂട്ടിക്കാണ്ട് നല്ലോണം 2-3 പ്രാവശ്യം കഴുകിക്കാണ്ട് ഒരു 4 മണിക്കൂർ കുതിർത്തതാട്ടോ. ആ വെള്ളത്തിൽ തന്നെ ഇത് അരക്കണം കേട്ടോ. വെള്ളം വേറെ ഒഴിക്കരുത്. അതിൻ്റെ കൂടെ പിന്നെ ഒരു 4 ടീസ്പൂൺ പിന്നെ ചോറും കൂട്ടിക്കാണ്ട് നല്ലോണം അരക്കുക. അരച്ചിട്ട് മാവ് പൊങ്ങാൻ വേണ്ടി വെക്കുക. ഒരു ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കിക്കാണ്ട് ഇതുപോലെ കുട്ടി ദോശകളാക്കി ചുട്ടെടുക്കുക. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല നെയ്യ് മേലെ ഇങ്ങനെ തടവുക. അപ്പം ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു മസാല ദോശ വിട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണണ്ടേ, ലിങ്ക് താഴെ ഇടട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ദോശകളൊക്കെ ചുട്ടെടുക്കുക. ഇതിന് കോമ്പിനേഷനായത് പിന്നെ ഗാർലിക് ചട്നി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. 1/2 കപ്പ് തേങ്ങ ചെറുകിയതും ഒരു 4 അല്ലി വെളുത്തുള്ളി, അത് ഒരു വലുതാണെങ്കിൽ 5 എണ്ണം നോട്ടോ. പിന്നെ 2 പച്ചമുളക്, ഞാൻ 2 എണ്ണം എടുത്തത്. എരിവിനനുസരിച്ച് എരിവ് തോനെ വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണം ഉണ്ടായിക്കോട്ടെ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ ഞാൻ വീട്ടിലുണ്ടായ കരിവേപ്പിൻ്റെ ഇലട്ടോ ഇട്ടത്. അതും കൂട്ടി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകാണ്ട് മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ കഴിക്കണമെങ്കിൽ അങ്ങനെയാവാം. ഞാൻ വറവുണ്ട് കേട്ടോ. ഇനി നല്ല വെളിച്ചെണ്ണ 2 സ്പൂൺ ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ കടകും കറിവേപ്പില ഇട്ടുകാണ്ട് നേരിട്ട് അതേപോലെ ഞാൻ അറലിക്ക് തന്നെ ഇട്ടുകാണ്ടാണ് വറവിട്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കിക്കാണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. Thank you for watching the video. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെൽ ഐക്കൺ കൂടിയും ഇനാബിൾ ചെയ്യുക. മഅസ്സലാമ.